ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും മല്ലൂസ് കിച്ചണിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഇന്ന് ഞാനൊരു തക്കാളിക്ക അച്ചാറാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതൊക്കെ, ഇത് ഞാൻ തക്കാളിക്ക നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു, ഒരു 15 മിനിറ്റ് വേവിച്ച്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ട, അതിൻ്റെ തൊലിയൊക്കെ തനിയെ വന്ന് നമ്മൾ തൊലിയൊന്നും എടുത്ത് കളയണ്ട, എല്ലാം കൂടെ ഒന്നിച്ചരച്ചാൽ മതി. ഓക്കെ, ഇത് മിക്സിയിലിട്ട് നമുക്ക് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ തക്കാളി ഉപ്പിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവയുണ്ട്, എണ്ണ ഒഴിക്കുമ്പോൾ മുളക് വെച്ചിട്ടുണ്ട്, ഒരു 100 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്. ഞാൻ തക്കാളി 1.5 കിലോയാണ് എടുത്തിരിക്കുന്നത് അച്ചാറിന്. പിന്നെ കുറച്ച് നമ്മുടെ ഉണ്ട ശർക്കര, ഒരു 50 ഗ്രാം ഉണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് മധുരം വേണ്ടിയവർക്ക് ഇടാം. പിന്നെ കായപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, വിനാഗിരിയുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് അച്ചാറിടാനുള്ള പാത്രം വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 250 എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3/4 സ്പൂൺ കടുക് ഇടുന്നേ, ഒരു 1/4 സ്പൂൺ ഉലുവ ഇടുന്നേ. ബാക്കി നമ്മൾ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുക. ഉലുവ നല്ല ചുമന്ന് വരണം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിയാപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കൂട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വരണം. നമ്മൾ ഇതിന് വെള്ളം ചേർത്തിട്ടില്ല, തക്കാളിയുടെ വെള്ളം പറ്റി വരണം നല്ലോണം. നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ട ശർക്കര ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. നമുക്കിത് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇനി സമയം എടുക്കും. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ സ്പൂണിന് 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, നിറച്ച് 4 സ്പൂൺ വീതം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂണ് നിറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 3/4 സ്പൂൺ ഉലുവപ്പൊടി ഇടുന്നു. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി സമയമെടുക്കും. ഇതിനി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നല്ല കറി വന്ന് നല്ല ഉരുണ്ട് വരും, എണ്ണയെല്ലാം തെളിഞ്ഞ്. ആ സമയത്ത് നമുക്ക് വിനാഗിരി ഒഴിച്ച്, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ ഒക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കണം, അച്ചാർ ഇടുമ്പോൾ ഇത് നമ്മുടെ മേത്തോട്ട് തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് മൂടി വെച്ചിരുന്നു. നമുക്ക് ഇളക്കി നോക്കാം. കണ്ട, നല്ല ശരിയായി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട, ഈ സ്പൂണിന് 5 സ്പൂണ് വിനാഗിരി ഒഴിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗവിലിരുന്ന് നമുക്ക് ഇറക്കി വെക്കാം. ഓക്കെ.